റിലീസായി ഇന്ന് റിലീസായി. പടം നല്ല സിനിമയാണ്, നല്ലൊരു കഥയാണ്. നിഷാ സാറിങ് വളരെ ഭംഗിയായിട്ടും എനിക്കതിനെ ഒരു എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല, അത്രയ്ക്ക് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു പ്രത്യേക കഥയാണ്, ഒരു കാലഘട്ടത്തിൻ്റെ കഥ. സ്കൂളുകൾ എങ്ങനെയുണ്ടായി, അത് എങ്ങനെ ഇവരെയൊക്കെ ബാധിച്ചു എന്ന് പറയുന്നൊരു കഥയാണ്. പിന്നെ നല്ലൊരു സോങ്, ആ പാട്ട് തീർച്ചയായിട്ടും കയറിപ്പോകും. ഈ വെച്ചിട്ട് കുറേ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു പാട്ട് മലയാളത്തിലുണ്ടോയെന്ന് എനിക്കറിയില്ല, വേറെ ഭാഷയിൽ ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ അതൊക്കെ ആയിരിക്കും എൻ്റെ സക്സസ്. പിന്നെ നിങ്ങൾ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുക, ഇങ്ങനത്തെ സിനിമ പ്രൊമോട്ട് ചെയ്യണം. പ്രൊമോട്ട് ചെയ്താൽ മാത്രമേ ജനങ്ങൾ കയറി വന്ന് സിനിമ കാണൂ. അതിലുപരി ഇപ്പോൾ ഈ സിനിമയുടെ പ്രൊഡ്യൂസർ കൂടിയാണല്ലോ. അതെ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റോറി ഇങ്ങനെയല്ല, നമ്മൾ ഈ കഥ കേട്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ വേറൊരു സിനിമ ചെയ്യാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു, കമേഴ്ഷ്യൽ ചെയ്തു. ഷൂട്ടിംഗ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞു, പോസ്റ്റ് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനൊരു സബ്ജക്റ്റ് പറഞ്ഞപ്പോൾ നമ്മൾ പെട്ടെന്ന് ചെയ്യാം, നല്ലൊരു സ്റ്റോറിയാണ്. ഇപ്പോൾ അവാർഡ്സാണ് നമ്മൾ ഉദ്ദേശിച്ചത്. പിന്നെ പടം കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നിയത് റിലീസ് ചെയ്ത് നോക്കാം എന്ന് തോന്നി. ബിക്കോസ് അത്തരം സിനിമകളൊക്കെ ഇപ്പോൾ തിയേറ്ററിൽ രക്ഷപ്പെടുന്നുണ്ട്. പിന്നെ OTT ആയാലും ഒക്കെ അതിനെന്തെങ്കിലും ഒരു ഇത് കിട്ടുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അങ്ങനെയാണത് എടുത്തത്. ഞാനിപ്പോൾ എൻ്റെ അടുത്ത സിനിമ ഞാൻ ഡയറക്റ്റ് ചെയ്തതാണ്, അത് ഞങ്ങളുടെ ഈ പ്രൊഡക്ഷൻ തന്നെയാണ്. പക്ഷെ അത് ഞാൻ അഭിനയിച്ചിട്ടില്ല. നെക്സ്റ്റ് ഒരു ഫിലിം റോണി ജോൺ എന്ന് പറഞ്ഞൊരു സിനിമ വരുന്നുണ്ട്, അതിൽ ഞാൻ അഭിനയിക്കുന്നുണ്ട്. പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? എല്ലാവരും പോയി കാണുക, ഇങ്ങനത്തെ സിനിമ പ്രോത്സാഹിപ്പിക്കുക, എനിക്ക് അത്രേ പറയാനുള്ളൂ. ആസ് എ പ്രൊഡ്യൂസർ ഞാനത് പറയും. പിന്നെ ഞാൻ ഇതിലൊരു ഗസ്റ്റ് റോളുമാരി വന്നിട്ടുണ്ട് അവസരം. ശരി, താങ്ക് യു. സിനിമ നല്ല സിനിമ, ഞങ്ങളുടെ ഒരുപാട് നന്മകൾ നിറഞ്ഞ നല്ലൊരു കൊച്ചു പടം. അതാണ് ഞങ്ങളുടെ എഴുത്തോല. അതെ. നമ്മളൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട് ആശാട്ടി ഇങ്ങനെയൊക്കെ. അപ്പോൾ അവരുടെ എന്താണത്, അവരുടെ നന്മ എന്താണ്, അത്തരം നന്മകൾ ഇപ്പോൾ അന്യം നിന്ന് പോവുകയാണ്. അപ്പം നമുക്കതൊക്കെ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്ത് കാണുമ്പോൾ എന്താ പറയുക, ഒരു അഭിമാനമാണ് തോന്നുന്നത്. ഇത്രയും നന്മ നിറഞ്ഞ ആളുകളുണ്ടായിരുന്നു എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതൊന്നും അറിയില്ല, എഴുത്തോല എന്താന്ന് പോലും അവർക്കറിയില്ല. അപ്പം എല്ലാവരും കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുവന്ന് കാണിക്കണം. നാട്ടിൻപുറത്തിൻ്റെ ആ ഒരു നന്മ മൊത്തം ഉണ്ടാകും നമ്മുടെ മൂവിയിൽ. അത് മൂവി റിലീസായി. നമ്മുടെ ഉദ്ദേശശുദ്ധി എല്ലാ സ്കൂളുകളിലും ഈ പാട്ട് എത്തിക്കുക എന്നുള്ളതാണ്. ഈ പാട്ട് നമ്മുടെ ABCDEFG എന്ന് പറഞ്ഞ് പാട്ട് പാടി പിള്ളേർ പഠിക്കുന്നത് പോലെ തന്നെ നമ്മുടെ മലയാള അക്ഷരങ്ങളും അതുപോലെ പാട്ട് പാടി തന്നെ പഠിക്കട്ടെ എന്ന് വിചാരിക്കട്ടെ. നിങ്ങളെല്ലാവരും ഇത് പ്രൊമോട്ട് ചെയ്യണം. എല്ലാ സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികളും അവരുടെ പാരൻസുമായിട്ട് വന്ന് കാണണമെന്നുള്ളത് എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. താങ്ക് യു. പറയാം, സത്യമായിട്ട് പറയും, നല്ല മൂവിയായിരുന്നു. കരയും എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞ നമ്മൾ പണ്ടത്തെ ഒരു ആംബിയൻസിലുള്ള മൂവി, വിഷ്വലി എല്ലാം പഴയ ഈ നമ്മുടെ തോടും തുടിയൊക്കെ കാണിക്കുന്ന പോലത്തെ മൂവിയിൽ കരയാനുള്ള കുറേ എലമെൻ്റ് ഇട്ട് തന്നിട്ട് നമ്മൾ കരയോന്ന് വെച്ചാൽ ഫിലിമിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ഒരാൾ 100% കരയും. ഞാൻ കരഞ്ഞു എന്ന് വെച്ചാൽ കരഞ്ഞു, സത്യമായിട്ട് നിലവിളിച്ചു, എൻ്റെ സൗണ്ട് ഉൾപ്പെടെ മാറി. അങ്ങനെയൊന്നും പറയില്ല. റിലേറ്റ് ചെയ്യാൻ പറ്റാത്തത് നമ്മൾ ആരും ചെയ്യില്ലാത്തൊരു തൊഴിലാണല്ലോ ഈ എഴുത്തോലയിൽ. നമ്മൾ ആരും എഴുതിയിട്ടില്ല, നമ്മുടെയൊക്കെ മുന്നിലുള്ളവർ എഴുത്തോലയിൽ എഴുതിയിട്ടുള്ളത്. നമ്മുടെയും എനിക്ക് തോന്നുന്നു എൻ്റെ അച്ഛൻ്റെ മുമ്പുള്ളവരെ എഴുത്തോല എഴുതിയേക്കുന്നത്. അപ്പോൾ ഈ ആ ജോലിക്കാർ അല്ലെങ്കിൽ അത് ചെയ്തുകൊണ്ടിരുന്ന ആശാനും ആശാത്തി എന്ന് പറയുന്ന 2 ക്യാരക്ടേഴ്സ് ഈ സ്കൂളുകളും പുതിയ ഇംഗ്ലീഷ് സ്കൂളുകളൊക്കെ വന്നപ്പോൾ അവരുടെ ജോലിയിൽ നിന്ന് പോകുന്നതും അവർക്കത് എത്രത്തോളം അവരുടെ ലൈഫിലെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതും അത് അവരുടെ കയ്യിൽ നിന്ന് പോകുന്നതായിട്ടാണ്. പക്ഷെ അത് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നല്ലൊരു മൂവിയായിരുന്നു. എനിവേ നിഷ മാം ആക്ച്വലി വളരെ നന്നായിട്ട് തന്നെ അതിനകത്ത് ആശാത്തിയുടെ ക്യാരക്ടർ ചെയ്തേക്കുന്നതും പുള്ളിക്കാരത്തിയുടെ അഭിനയത്തിലാണ് നമ്മൾ കരയും ചെയ്യുന്നത്. ആ ഒരു അവരുടെ ആ ഫോൾ നമുക്ക് ഫീൽ ചെയ്യും നന്നായിട്ട്. എനിവേ താങ്ക് യു സോ മച്ച്. കൂടുതൽ വീഡിയോസിനായി B4 Place ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.